ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സാരി ഡിസൈൻ ചെയ്യാം കേട്ടോ. കുറേ ദിവസമായി കേട്ടോ നമ്മൾ സാരി ഡിസൈൻ ചെയ്തിട്ട്. അപ്പോൾ സാരി ഡിസൈൻ കാണിക്കുന്നൊക്കെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചിട്ടുണ്ട് കേട്ടോ, കുറേ വീഡിയോയിൽ സാരി ഡിസൈൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് നാൾ ഇപ്പോൾ നമ്മൾ സാരി ഡിസൈനൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാരി ഡിസൈൻ തന്നെ ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം പാറ്റേൺ ഞാനിവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പേപ്പറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ സാരിയുടെ യോക്കിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഈ വർക്ക് വരുന്നത്. നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമുക്ക് ഈ വർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ സാരി കൊടുക്കുമ്പോൾ പ്ലീറ്റ്സിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ യോക്ക് ഏരിയയിലായിട്ട് വരുന്നൊരു വർക്കാണ്. അപ്പോൾ യോക്ക് ഏരിയയിലായിട്ടാണ് ഈ വർക്ക് വരുന്നത് കേട്ടോ. അത് മാത്രമല്ല ചെയ്യാനും വളരെ ഈസിയാണ്. നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എത്രത്തോളം ബ്രാഞ്ചസ്, സ്റ്റെംസ്, ലീവ്സ് ഒക്കെ വേണോ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ ആ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാലോ ആ ഒരു പോർഷനിൽ എത്ര ഏരിയയിലാണ് നമുക്ക് ആ വർക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പാറ്റേൺ കാണിക്കാത്തത്. ഒരു ബ്രാഞ്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ആ ബ്രാഞ്ച് ഒരുപാടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് കട്ട് ബീഡ്സും ഗോൾഡൻ ബീഡ്സും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റെംസിൽ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ 3 ബീഡ് വീതം ലീഫും ചെയ്ത് പോരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ അറിയാം, ഓരോ ബ്രാഞ്ചിൻ്റെ എൻഡിലും നമ്മളിതുപോലെ 3 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ 3 ബീഡ് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ സാരി നല്ല പാർട്ടി വെയർ ആണ്, ചെയ്യാൻ നല്ല സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുമ്പോഴും നമ്മുടെ ഷോൾഡർ പോർഷനിൽ വൺ സൈഡ്, അതായത് നമുക്ക് സാരി പിൻ ചെയ്ത് വെക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഷോൾഡർ പോർഷനിൽ നമുക്ക് ഈ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സാരിയുടെ യോക്കായിട്ടും ബ്ലൗസിൻ്റെ വൺ സൈഡായിട്ട് നമുക്ക് ഈ സെയിം വർക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എത്രത്തോളം ബ്രാഞ്ചസും സ്റ്റെംസും ലീവ്സ് വേണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ പാറ്റേൺ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് ഇത് രണ്ടുമാണ് കേട്ടോ. പിന്നെ എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണേ. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നോർമൽ സ്വിങ് ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇത് ഈ ഒരു ലൈനിലൂടെ ഞാൻ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരുന്നുണ്ട്. നമ്മൾ ലീഫ് എപ്പോഴും ചെയ്യും പോലെ തന്നെയാണ് കേട്ടോ. നോർമലി ചെയ്യും പോലെ 3 ബീഡ് വീതം ചെരിച്ച് ലീഫായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാവേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സ്റ്റെംസും ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ എത്രയേ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റെംസും ചെയ്യുക. ഇനി നമുക്ക് 3 ബീഡ് വീതം ചെരിച്ച് ലീഫ് ചെയ്ത് കൊടുക്കാവേ. എഡ്ജിലായിട്ട് 3 ഗോൾഡൻ ബീഡും വെച്ച് കൊടുക്കാം കേട്ടോ.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ വർക്ക് വരുന്നത്. അപ്പോൾ ഫുള്ളും നമ്മൾ സ്റ്റെംസ് ചെയ്യുക, ലീഫ് ചെയ്യുക, ഓരോന്നിൻ്റെയും നമ്മുടെ ബ്രാഞ്ചസിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ 3 ബീഡ് വെച്ച് എൻഡ് ചെയ്ത് നിർത്തുക കേട്ടോ. 3 ഗോൾഡൻ ബീഡ് കൊടുത്ത് അപ്പോൾ ഇതുപോലെ ഫുള്ള് ചെയ്യുക. നല്ലൊരു ഡിസൈനർ സാരിയാണ് കേട്ടോ. നമ്മളിതൊരു ബുട്ടിക്കിലൊക്കെ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ ഒരു കുറഞ്ഞൊരു 5000 രൂപയൊക്കെ കോസ്റ്റ്ലി വരുന്നൊരു സാരിയാണ്. നമുക്കിത് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് കൂടെ ഇതുപോലെ ചെയ്തെടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഹിപ്പ് ഏരിയയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് കേട്ടോ. ഇടയ്ക്ക് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ യോക്ക് ഏരിയ എന്നാണ് പറഞ്ഞത്, യോക്ക് ഏരിയ അല്ല, നമ്മുടെ ഹിപ്പ് ഏരിയയാണ്. നമ്മുടെ തമ്മിലിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്ലൗസിൻ്റെ 1 സൈഡ് ഷോൾഡർ പോർഷൻ, ഹിപ്പ് ഏരിയ, ഈ 2 ഭാഗത്താണ് ചെയ്യേണ്ടത് കേട്ടോ. നല്ലൊരു ഡിസൈനർ സാരിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. നമ്മുടെ ഹിപ്പ് ഏരിയ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്രത്തോളമാണ് നിങ്ങൾക്ക് സ്റ്റെംസ് ലീവ്സ് ഒക്കെ വേണ്ടത് അതനുസരിച്ച് വരച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് ആ ഒരു പാറ്റേണിലൂടെ തന്നെ ചെയ്ത് പോരുക കേട്ടോ. അപ്പം ബ്ലൗസിൻ്റെ 1 സൈഡിലൂടെ ആ വർക്ക് ചെയ്യുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി കേട്ടോ. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന വിചിത്ര സിൽക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.